Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ശ്രമിച്ചിട്ടും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നു, പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഓക്കെ ആകുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. സോ അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തോട്ടാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട തോട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു തോട്ടാണ്. അതായത് ഞാൻ അത്ര പോരാ, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും അത്ര പെട്ടെന്ന് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ അത്ര ഭംഗിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഇങ്ങനെ പല രീതിയിലുള്ള തോട്ട് കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒക്കെ ഒന്ന് ഉൾവലിഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട് കൂടുതലാവുന്ന സമയത്ത് പലപ്പോഴും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു തോട്ട് എപ്പോഴും ബ്ലോക്കായി വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. സോ ഇങ്ങനെയുള്ള ഒരു തോട്ട് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക? ആ തോട്ടിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക? അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു അഫർമേഷൻ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു തോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അഫർമേഷൻസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, പൊതുവെ ഞാൻ അത്ര പോരാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ സ്വയം നമ്മളെ തന്നെ കുറിച്ച് അത്ര ഒരു ബെറ്റർ ആണ് അല്ലെങ്കിൽ ഞാൻ അത്ര ഒരു വലിയ സംഭവമാണ് എന്നൊന്നും കരുതാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തോട്ടാണ് ഞാൻ ഒട്ടും ലക്കി അല്ല എന്നുള്ളൊരു തോട്ട്. അത് തന്നെ നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്യണം. ഐ ആം ലക്കി, ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇതാണ് ഒന്നാമത്തെ അഫർമേഷൻസ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കേണ്ടത് ഇതാണ്, ഐ ആം ലക്കി, അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. 2, ഐ ഡിസേർവ് ലവ്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തിന് അർഹയാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഞാൻ സ്നേഹത്തിന് അർഹയാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തിന് അർഹനാണ്. 3, ഐ ആം ലവബിൾ, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ആൻഡ് 4th one, ഐ ലവ് എവ്രി വൺ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇത് 4 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. ഐ ആം ലക്കി, ഐ ഡിസേർവ് ലവ് ആൻഡ് ഐ ആം ലവബിൾ, ഐ ലവ് എവ്രി വൺ. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. സോ നിങ്ങളതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ഡെയിലി നിങ്ങൾ എണീറ്റ് ഒരു ദിവസം നിങ്ങൾ തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു ദിവസം അവസാനിക്കാൻ പോകുന്ന സമയത്തും ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്ര സമയം എന്നൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 minutes ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരു 5 minute ഈ അഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പറയുക. അങ്ങനെ ഒരു 21 ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ടെക്നിക്കാണ്. സോ ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എന്നെ അത്ര കാണാനൊന്നും ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കില്ല, ഇങ്ങനെയൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു അഫർമേഷൻ ടെക്നിക്ക്. സോ ഈ അഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് ഒന്നുകിൽ ബൈ ഹാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അത് നോക്കി വായിക്കാം. സോ ഡെയിലി ഒരു 5 minutes ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പോസിറ്റീവ് തോട്ട്സ് ആക്കിക്കൊണ്ട്. സോ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസിന് വേണ്ടി, സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.